ഇനി ക്വീൻ ഓഫ് ടിയേഴ്സിന്റെ 15ാമത്തെ എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോഴാകട്ടെ ഹെയ്ൻ എഴുതിയ ബുക്കൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഹ്യുനുവും ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ ബുക്ക് എല്ലാം തന്നെ അവനും വായിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഹ്യുനുവിന്റെ പേരൊക്കെ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം അവന്റെ പേരൊക്കെ നീ ഒരിക്കലും മറക്കരുതെന്നായിരുന്നു ഹെയ്നും ഓപ്പറേഷന്റെ സമയത്ത് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹ്യുനുവിന് പോലീസൊക്കെ പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് തന്നെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന ഹെയ്ൻ എഴുതിയ ബുക്കൊക്കെ ഉൺസിങ്ങും കാണുന്നു. ഉൺസിങ് ആകട്ടെ ബുക്കിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വായിച്ചു നോക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെ സാധനങ്ങളൊക്കെ കത്തിച്ചുകൂടെ അവനും ആ ഒരു ബുക്കൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുമുണ്ടായിരുന്നു. അതിനുശേഷം അവനും ഹെയ്നെ നോക്കിക്കൊണ്ടൊക്കെ നടക്കുകയാണ്. ഇനി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നേഴ്സുമാര് സംസാരിക്കുന്നതൊക്കെ കേൾപ്പിക്കുന്നു. അതായത് നേരത്തെ ഹെയ്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടറിനെയും നേഴ്സിനെയും എല്ലാം തന്നെ ഉൺസിങ് മാറ്റിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിന് വലിയൊരു തുകയൊക്കെ അവൻ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും എല്ലാ കാര്യങ്ങളും രഹസ്യമാക്കി വെക്കണമെന്നാണ് അവൻ പറഞ്ഞിട്ടുമുള്ളത്. ഇത്രയും നാളോ ഹ്യുനുവോ ആയിരുന്നല്ലോ അവളെ വിവാഹം കഴിക്കുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവളെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉൻസിങ് ആണ് അവളെ വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നതെന്നാണ് അവൻ പറഞ്ഞിട്ടുമുള്ളത്. പിന്നെ ഹ്യുനുവുമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവളുടെ അടുത്ത് നിന്ന് ആരും പറയുവാനായിട്ട് പാടില്ല എന്നൊക്കെ കർശനമായിട്ട് ഉൻസിങ് പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ഒരുപാട് പണമൊക്കെ ഹോസ്പിറ്റലിന് കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും പ്രതികരിക്കുവാനായിട്ട് തയ്യാർ പോലുമല്ല. ഉൻസിങ് ഹെയ്ന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുകയാണ്. അതായത് ഹ്യുനുവോ അവളെ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവളോട് വിൽപത്രമൊക്കെ മാറ്റി എഴുതുവാനായിട്ട് പലതവണ പറഞ്ഞ് അവളെ ഒരുപാട് വിഷമപ്പെടുത്തി. മാത്രമല്ല ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവൾക്കൊരു കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിലും ഹ്യുനുവോ ആണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉൺസിങ്ങിനുള്ളത്. നമ്മൾ രണ്ടുപേരും ആ ഒരു കാറിൽ ഇല്ലാതെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. എങ്കിൽ പോലും നീ കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാനും കാറിന്റെ ചില്ലൊക്കെ തകർത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവനും അവന്റെ കൈയൊക്കെ കാണിക്കുന്നു. കയ്യിലാകട്ടെ ഒരു കെട്ട് പോലും ഉണ്ടായിരുന്നു. നീ വളരെ പാവമായിരുന്നു, അവനെ ഒരുപാട് വിശ്വസിച്ചതാണ്. പക്ഷെ അവന് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിന്നെ ഡിവോഴ്സ് ചെയ്തത് പോലും. നീയും ആ ഒരു കാര്യമൊക്കെ അറിഞ്ഞിട്ട് ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉൺസിങ് പറയുമ്പോഴത്തേക്കും അവൾക്കും അതൊന്നും വിശ്വസിക്കുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പോലീസും ഇപ്പോൾ ഹിനുവിനെ ചോദ്യം ചെയ്യുകയാണ്. അതായത് ആ ഒരു ബ്രോക്കറിനെ കാണുവാനായിട്ട് പോയതിന്റെ പല തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഹ്യുനുവും ബ്രോക്കറിനെ കാണാമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ബ്രോക്കർ വരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും അയാളെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് പോലീസിന്റെ അടുത്ത് അറിയിക്കുന്നത്. പിന്നെ ഹ്യുനുവിന്റെ മുടിയൊക്കെ ആ ഒരു കാറിൽ നിന്നും കിട്ടിയിട്ടുമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കെട്ടിച്ചമച്ച തെളിവുകളാണെന്നാണ് അവൻ പറയുന്നത്. ബ്രോക്കറിനെ കുത്തിയ കത്തിയൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നും അതിൽ നിന്നും ഹ്യുനുവിന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ ലഭിച്ചു എന്നുള്ള കാര്യമൊക്കെ പോലീസ് പറയുമ്പോഴാകട്ടെ ഞാൻ അവനെ കൊന്നതിന് ശേഷം എന്തിനാണ് എന്റെ ഫിംഗർ പ്രിന്റ് അടങ്ങുന്ന ഒരു കത്തിക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതെന്നാണ് അവനും തിരികെ ചോദിക്കുന്നത്. അതേസമയം അവന്റെ കയ്യിലെ മുറിവൊക്കെ കാണുന്ന പോലീസും ഇതെങ്ങനെയാണ് നിന്റെ കയ്യിൽ മുറിവൊക്കെ സംഭവിച്ചത്, അവനെ കുത്തിയ സമയത്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ടെർമിനലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കാർ അപകടമൊക്കെ സംഭവിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ജനലൊക്കെ പൊളിക്കുവാനായിട്ടായിരുന്നു തന്റെ ഈ ഒരു കൈയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നു. മാത്രമല്ല കുത്തുന്നതിനിടയ്ക്ക് പറ്റിയൊരു അപകടമാണെങ്കിൽ കൈക്ക് അകത്തല്ലേ മുറിവ് ഉണ്ടാവുക എന്നൊക്കെ അവനും തിരിച്ച് പോലീസിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഹിനുവിനെതിരെ ഒരുപാട് തെളിവുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവനെ പെട്ടെന്നൊന്നും രക്ഷിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല എന്ന കാര്യം പോലീസും അറിയിക്കുന്നു. ഒരു തവണ ഹെയ്നെ വണ്ടി ഇടിക്കുവാനായിട്ട് വന്ന സമയത്ത് ഹെയ്നെ ഹിനു രക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹെയ്നും ഇനി ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നീ ഒരിക്കലും എന്നെ രക്ഷിക്കരുതെന്നൊക്കെ ഹിനുവിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എല്ലാം തന്നെ അവൾ സ്വപ്നത്തിലൂടെയും കാണുന്നു. ഹിനുവിന് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നീ മരിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഉൻസിങ് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഓർക്കുന്ന അവളും ആ ഒരു സമയത്ത് നടന്ന കാര്യങ്ങളായിരിക്കും അതേ എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാസമൊക്കെ കടന്നു പോയിരിക്കുന്നു. ഹെയ്നും തിരികെ കൊറിയയിലേക്ക് എത്തി. പക്ഷേ ഹെയ്ന്റെ പേരൻസും മറ്റുമൊക്കെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവളും അവരെ ആരെയും തന്നെ അറിയിക്കുകയില്ല എന്ന രീതിയിലൊക്കെ പെരുമാറുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ഹെയ്ൻ നിൽക്കുമ്പോഴത്തേക്കും ഉൻസിങ്ങും അവളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ നോക്കുകയാണ്. അത് കണ്ട് ഇഷ്ടപ്പെടാത്ത സൂചോളാകട്ടെ ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യത്തിൽ നീ ഇടപെടേണ്ടതായിട്ടില്ല എന്നൊക്കെ ഉൻസിങ്ങിനോട് പറയുമ്പോഴത്തേക്കും ഉൻസിങ്ങിന്റെ അടുത്ത് മാന്യമായിട്ട് മാത്രം സംസാരിക്കുവാനായിട്ടായിരുന്നു സൂചോളിന്റെ അടുത്ത് ഹെയ്ൻ പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നത്. ഇവൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കെതിരായിട്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിനക്ക് അറിയാമോ എന്നൊക്കെ ആന്റി ചോദിക്കുന്ന സമയത്ത് ഉൻസിങ് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു ഹെയ്നും ഓർക്കുന്നത്. ചെയർമാൻ അസുഖബാധിതനായി കിടന്ന സമയത്താകട്ടെ മക്കൾ എല്ലാവരും തന്നെ പണത്തിന് വേണ്ടിയിട്ട് പരസ്പരം തല്ലുകൂടുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു നിന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചെയർമാനും ആ ഒരു സ്ഥാനമൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. നിന്റെ ഫാമിലിയിലുള്ള ആൾക്കാരാവട്ടെ നീ പെട്ടെന്ന് തന്നെ മരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരാണെന്നൊക്കെ ഉൻസിങ് പറയുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ഹെയ്നും വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു.
അതുകൂടാതെ ഹെയ്നും ഒറ്റയ്ക്കാണ് സർജറിക്ക് വേണ്ടി എത്തിയതെന്നൊക്കെയാണ് അവളും വിചാരിക്കുന്നത്. ഫാമിലിയുമായിട്ട് താൻ ഒട്ടും തന്നെ അടുപ്പത്തിലല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അവള് വിചാരിച്ച് അവള് തനിച്ചാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനും തനിച്ചുള്ള ഒരു ജീവിതമൊക്കെ ആയിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിക്കേണ്ടവരായി മാറിയതുമെന്ന് ഉൻസിങ്ങും അവളോട് പറയുന്നു. നിന്റെ ഫാമിലിയിൽ നീ ഒരിക്കലും വിശ്വസിക്കുവാനായിട്ട് പാടില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അവരൊരിക്കലും നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ ഉൻസിങ്ങും പറഞ്ഞതിനെ കുറിച്ച് അവൾ ഓർക്കുന്നു. ഇതിനു മുമ്പ് അമ്മയും ദുർമന്ത്രവാദിനിയുടെ അടുത്തൊക്കെ പോയതിനു ശേഷം ഹെയ്നെതിരായിട്ട് പൂജയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. മാത്രമല്ല അമ്മയും ഹെയ്നെതിരായിട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഹെയ്നും അവരെ എല്ലാവരും തന്നെ തള്ളി പറയുന്നു. നമ്മളുടെ ഫാമിലിയിൽ പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും പിന്നീട് ഞാൻ നിനക്ക് വിശദമായിട്ടൊക്കെ പറഞ്ഞു തരാമെന്ന് അച്ഛൻ പറയുകയാണ്. മാത്രമല്ല നിന്റെ ഹസ്ബൻഡാണ് ഇപ്പോൾ നിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്, അല്ലാതെ ഇവനല്ല എന്നൊക്കെ മുൻസിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ പോലും അറിയാതെ എനിക്കെതിരായിട്ട് ഡിവോഴ്സ് ഒക്കെ ഫയൽ ചെയ്ത അവനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്തായാലും അവനിപ്പോൾ ഒരു ക്രിമിനലാണ്. കൊലപാതകത്തിന്റെ പേരിൽ അവനും ജയിലിൽ കിടക്കുകയാണെന്നൊക്കെയാണ് അവളും സംസാരിക്കുന്നത്. ഹിനു ഇപ്പോഴും ഉള്ളത് ജയിലിലാണ്. ഹെയ്നെ ഇപ്പോൾ വീട്ടിലേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനായിട്ടൊക്കെ ഉൻസിങ് ശ്രമിക്കുമ്പോഴാകട്ടെ വീട്ടിലേക്ക് പോകുവാനായിട്ടാണ് തനിക്ക് ആഗ്രഹമെന്നൊക്കെ ഹെയ്നും പറയുന്നു. അതായത് വീട്ടിലൊക്കെ ചെല്ലുകയാണെങ്കിൽ വീണ്ടും പഴയ മെമ്മറീസ് ഒക്കെ തിരികെ കിട്ടുമെന്നൊരു വിശ്വാസമൊക്കെ അവൾക്കുണ്ട്. എങ്കിൽ പോലും വീട്ടുകാർ ഉള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് മടങ്ങി പോകുന്നത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഉൻസിങ് പറയുന്നത്. സർജറിക്ക് മുമ്പാകട്ടെ സർജറിക്ക് കഴിഞ്ഞതിന് ശേഷം ഉൻസിങ്ങുമായിട്ടുള്ള വിവാഹമൊക്കെ നടത്താമെന്ന് ഹെയ്ൻ വാക്ക് നൽകിയതാണെന്നും ഇപ്പോൾ ആ ഒരു വാക്കൊക്കെ പാലിക്കേണ്ട സമയമാണ് എന്നും ഉൻസിങ് പറയുന്നത് കൊണ്ട് തന്നെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുവാനായിട്ട് ഉൻസിങ്ങിനും ഹെയ്ൻ നിർദ്ദേശമൊക്കെ നൽകുകയാണ്. സർജറിക്ക് മുമ്പ് ഹെയ്ൻ ഒരു വാഹനാപകടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചൊക്കെ ഉൻസിങ് ചോദിക്കുമ്പോഴത്തേക്കുമാണ് എല്ലാത്തിനും പിന്നിൽ ജോലി ആയിരുന്നു എന്ന കാര്യമൊക്കെ അവരും മനസ്സിലാക്കുന്നത്. ഈ ഒരു റൂമിൽ വെച്ചല്ലേ ചെറുമൻ കുഴിഞ്ഞു വീണിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉൻസിങ്ങും ചോദിക്കുകയാണ്. അതായത് ആ റൂമിലുണ്ടായിരുന്ന പെയിന്റിംഗ് വഴി ഉൻസിങ്ങും അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടതാണ്. അവന്റെ കയ്യിൽ അതിന്റെ റെക്കോർഡിങ്ങും ഉണ്ട്. ഒരിക്കൽ കൂടി ഹെയ്നെ ഉപദ്രവിക്കാനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ഞാൻ ഹിനുവിനെ ജയിലിലിട്ടത് അതുപോലെ തന്നെ നിങ്ങളെയും ജയിലിലേക്ക് ഇടുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഉൻസിങ് ഇപ്പോൾ അമ്മേനെ ഭീഷണിപ്പെടുത്തുന്നു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആകെ കൈവിട്ട് പോയിരിക്കുകയാണ്. അങ്ങോട്ട് പോയ ഹെയ്നല്ല മടങ്ങി വന്നിട്ടുള്ളത്. എങ്ങാനും അവൾ ഉൻസിങ്ങുമായിട്ട് വിവാഹമെല്ലാം കഴിച്ചാലോ എന്നൊക്കെ വീട്ടുകാരും ഇപ്പോൾ ആലോചിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഡിറ്റക്റ്റീവ് ഏജൻസിയൊക്കെ കാണിക്കുകയാണ്. ഒരു ലേഡീനെയൊക്കെ കാണിക്കുന്നു. ആ ലേഡിയുടെ കൂടെ ആകട്ടെ രണ്ട് പേരും കൂടി ഉണ്ട്. അതായത് അവരെല്ലാവരും ഡിറ്റക്റ്റീവ്സ് ആണ്. അവരാകട്ടെ നമ്മുടെ പഴയ ഡിറ്റക്റ്റീവുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നു. അപ്പോഴായിരുന്നു അച്ഛനും അവിടേക്ക് എത്തിയത്. അച്ഛനും ഇവരെ നേരത്തെ തന്നെ ജർമ്മനിയിലേക്കൊക്കെ പറഞ്ഞയച്ചതാണ്. അതായത് ഹെയ്നും ഹ്യുനുവിനും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നത് നിരീക്ഷിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു അച്ഛനെ നിർദ്ദേശിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഹെയ്നും അവളുടെ റൂമിലെത്തി നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒന്നും തന്നെ ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് ഹ്യുനുവിന്റെ റൂമിലേക്ക് എത്തി നോക്കുമ്പോഴത്തേക്കും അവിടെ നേരത്തെ ആ ഒരു MP3 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവളും അതൊക്കെ എടുത്തു വെച്ച് കേൾക്കുന്നു. ആ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഹ്യുനുവിനും എനിക്കും ഒരേ ടേസ്റ്റ് ആണല്ലോ മ്യൂസിക്കിൽ ഉള്ളത് എന്നൊക്കെ അവളും ഓർക്കുന്നുണ്ട്. ഹ്യുനു എന്റെ ശത്രുവാണല്ലോ. ശത്രുവിനെ അറിഞ്ഞാൽ മാത്രമേ അവനെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ എന്റെ ശത്രു എങ്ങനെയുള്ള ആളാണെന്നൊക്കെ അവളും ഓർക്കുകയാണ്. അങ്ങനെ ഹ്യുനുവിനെ കുറിച്ച് അറിയുവാനായിട്ട് ഇപ്പോൾ അവനെ കാണുവാനായിട്ട് അവൾ ജയിലിലും എത്തുന്നു. ഞാനുമായിട്ട് വിവാഹത്തിലായിരിക്കെ അവന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഡിവോഴ്സ് ചെയ്യുവാനും നോക്കി. ഡിവോഴ്സിനൊക്കെ ശേഷം വീണ്ടും എന്നെ സ്റ്റോക്ക് ചെയ്ത് ജർമ്മനി വരെ എത്തി. അതൊന്നും കൂടാതെ അവനും ഒരാളെ കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവൻ വളരെ മോശം വ്യക്തിയാണെന്നൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഹെയ്നും അവിടെ ഉള്ളത്. നിന്റെ ആരോഗ്യമൊക്കെ ഇപ്പോഴെങ്ങനെയുണ്ട്? സർജറി ഒക്കെ നല്ല രീതിയിലായിരുന്നോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇപ്പോഴും നിനക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ എന്നിങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങളൊക്കെ ഹിനുവും ഹെയ്നോട് ചോദിക്കുകയാണ്. അവളും അതൊന്നും തന്നെ വകവയ്ക്കാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹിനുവും പറയുകയാണ്. അതേസമയം ഹെയ്നും എന്റെ ഓർമ്മയൊക്കെ പോയത് കൊണ്ട് തന്നെ എന്നെ പറ്റിക്കാമെന്നായിരിക്കും നീ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നീ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചതെന്നും നീ ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്തതും പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പല രീതിയിൽ ഞാനത് കൺഫേമും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്നും പറയുകയാണ്. ഓൺസിംഗ് പറഞ്ഞ ഒരു കാര്യങ്ങളും നീ വിശ്വസിക്കുവാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ തന്നെ നീ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞതാണല്ലോ. അങ്ങനെ ഇരിക്കെ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവഞ്ഞിട്ട് പോലും എന്തിനാണ് എന്നെ കാണുവാനായിട്ട് ഇവിടെ എത്തിയത്? അതിന്റെ അർത്ഥം എന്താണ്? നിനക്ക് എന്തൊക്കെയോ സംശയമുണ്ട് എന്നതല്ലേ? നീ കണ്ണ് തുറക്കുമ്പോൾ മുതൽ എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നൊക്കെ ഞാൻ വാക്ക് നൽകിയതാണ്. പക്ഷെ എനിക്ക് ആ വാക്കൊന്നും പാലിക്കുവാനായിട്ട് സാധിച്ചില്ല. എങ്കിൽ പോലും എത്രയും വേഗം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങി നിന്റെ അടുത്തേക്കൊക്കെ വരുന്നതായിരിക്കുമെന്നൊക്കെ ഹിനുവും പറയുന്നു.
നീ ആരോഗ്യവതിയായിട്ട് ഇരിക്കണമെന്ന് മാത്രമായിരുന്നു പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഹിനുവ് പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അവൾക്ക് മൊത്തത്തിലൊരു സംശയമൊക്കെ തോന്നുകയാണ്. എങ്കിലും അവൻ അഭിനയിക്കുന്നതായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അവളും തിരികെ വീട്ടിലേക്കൊക്കെ എത്തുന്നു. വീട്ടിലെത്തുമ്പോഴത്തേക്കും ഊൺസെങ്ങിനെ ആയിരുന്നു അവൾ കണ്ടിട്ടുമുണ്ടായിരുന്നത്. ഊൺസിങ് ഒരുപാട് തവണ ഹെയ്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഹെയ്ൻ കോളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ടെൻഷനിലാണ് അവനും ഇപ്പോൾ ഉള്ളത്. അതേസമയം അവൾക്ക് കോളൊന്നും എടുക്കുവാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നും പിന്നെ അവളുടെ അനുവാദമില്ലാതെ വീട്ടിലൊന്നും കയറി വരുവാനായിട്ട് പാടില്ല എന്നും അവളും പറയുകയാണ്. നിനക്ക് ഇതിനു മുമ്പും അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് നോക്കുന്നതെന്നൊക്കെ ഉൺസിങ് പറയുമ്പോഴത്തേക്കും എനിക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ പിന്നിൽ ഹിനുവോ ആയിരുന്നു. ഇപ്പോൾ അവൻ ജയിലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സേഫ് അല്ലേ എന്നൊക്കെ അവളും തിരികെ ചോദിക്കുന്നു. നീ എന്റെ ഒപ്പം ഇല്ലാതേക്ക് ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് ടെൻഷനൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ കോൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ നീ ഫോൺ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനും പോകുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം ഹെയ്ൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുവാനായിട്ട് ഉൻസിംഗ് പറഞ്ഞത് പ്രകാരം ഒരാളാകട്ടെ ഹെയ്ന്റെ കാറിലെ ലൊക്കേഷൻ ട്രാക്കർ ഒക്കെ വെക്കുകയാണ്. ഹെയ്നും ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ ഉൻസിംഗിന്റെ ഒപ്പം എത്തുന്നു. 3 സെക്രട്ടറിമാരെ നിരന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഹെയ്ൻ അവരെ ഓർമ്മ പോലും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളും അവരെ ഒന്നും തന്നെ മൈൻഡ് ചെയ്തൊക്കെ പോവുകയാണ്. ഹെയ്ന്റെ വിവാഹമൊക്കെ നടക്കാൻ പോവുകയാണെന്നുള്ള ഒരു വാർത്തയൊക്കെ ഇവരും കേട്ടിട്ടുണ്ടായിരുന്നു. ഹെയ്നും ഹ്യുൻവുവും തമ്മിലുള്ള വിവാഹമായിരിക്കുമെന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉൻസിംഗിന്റെ ഒപ്പമൊക്കെ അവളെ കണ്ടത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അവരും നിൽക്കുന്നു. നേരത്തെ ആ ജ്യൂസൊക്കെ വിറ്റിട്ടുണ്ടായിരുന്ന ആളും ഇപ്പോൾ ഹെയ്നെ കാണുവാനായിട്ട് ഓടിയെത്തുന്നു. ഹെയ്നോട് എല്ലാ രീതിയിലുള്ള നന്ദിയും ഉണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാളുടെ കുഞ്ഞിന് ഇപ്പോൾ സുഖമായെന്നും വീട്ടിലേക്കൊക്കെ മടക്കിക്കൊണ്ട് വന്നു എന്നുമൊക്കെ അയാൾ പറയുമ്പോഴത്തേക്കും എന്താണ് കാര്യമെന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അവളും എല്ലാം മനസ്സിലായെന്നുള്ള രീതിയിലൊക്കെ തലയാട്ടി നിൽക്കുന്നു. ഹേയനും ഞാനായിരുന്നു അയാൾക്ക് പണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സ്റ്റാഫ്സിനോട് ചോദിക്കുമ്പോഴാകട്ടെ അവർക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയിക്കയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ സെക്രട്ടറി നായും ഇപ്പോൾ അവളെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നു. സെക്രട്ടറി നായും പല തവണയായിട്ട് പണം അടിച്ചിട്ട് ഒരു ഡ്രസ്സൊക്കെ മേടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഹെയ്ന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലും. അതായത് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് ഹെയ്ൻ തിരിച്ച് ഓഫീസിലേക്ക് വരുന്ന ദിവസമായിരിക്കുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാക്കൊക്കെ പാലിച്ച് ഓഫീസിലേക്ക് എത്തിയതിൽ നന്ദിയുണ്ട് എന്നൊക്കെ സെക്രട്ടറി നായും ഹെയ്നോട് പറയുന്നു. ഹെയ്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സെക്രട്ടറി നായിക്കൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിലും തന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ സെക്രട്ടറി നായും ഇപ്പോൾ ഹെയ്നോട് പറയുന്നു. ഞാൻ എങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നൊക്കെ ഹെയ്നും സെക്രട്ടറി നായോട് ചോദിക്കുകയാണ്. അവൾ അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നേരത്തെ ഹെയ്നും അവിടുത്തെ ഒരു എംപ്ലോയിയുടെ അമ്മയുടെ അടുക്കൊക്കെ കൂടുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു എംപ്ലോയിക്ക് അവിടേക്ക് ഓടിയെത്തുകയാണ്. അമ്മയുടെ ചടങ്ങുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങളും ഒരുപാട് പണമൊക്കെ തന്ന് സഹായിച്ചില്ലേ. എന്റെ അമ്മയുടെ സർജറി പോലും നിങ്ങൾ നൽകിയ പണം കൊണ്ടാണ് നടന്നത്. എന്തായാലും തിരിച്ചെത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളും സംസാരിക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ താൻ ചെയ്തിട്ടുണ്ട് എന്ന കാര്യമൊക്കെ ഹെയ്നും മനസ്സിലാക്കുകയാണ്. ഒരു എംപ്ലോയിയുടെ ഫാമിലി മെമ്പർ ഒക്കെ മരിച്ച സമയത്ത് ഞാൻ ആ അടക്കൊക്കെ കൂടുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഫ്ലവേഴ്സ് നൽകി, അവർക്ക് കുറേയധികം പണമൊക്കെ നൽകി. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഹെയ്നും പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ഹിനുവോ ചെയ്ത കാര്യങ്ങളായിരുന്നു. എങ്കിൽ പോലും അവൾ സ്വയം ഒന്ന് പുകഴ്ത്തിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സെക്രട്ടറിനായും സത്യസന്ധമായിട്ട് പറയാതെ എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്തത്, നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണെന്നൊക്കെയാണ് പറഞ്ഞും കൊടുക്കുന്നത്. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് തെരുവിലൊരു പൂച്ചനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ഫുഡൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനും അതിന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. എന്റെ സ്വഭാവം ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പോലും എന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നത് കൊണ്ട് തന്നെ ഞാൻ മദർ തെരേസിനെയൊക്കെ പോലെ വലിയൊരു വ്യക്തിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഹെയ്നും പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹെയ്നും സെക്രട്ടറി നായിക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്കെങ്കിൽ പോലും സെക്രട്ടറി നായനെ കൂടെ കൂട്ടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഹ്യുനുവിനെ കാണുവാനായിട്ട് ഫ്രണ്ടൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ഹ്യുനുവോ ഫ്രണ്ടിനോട് സംസാരിക്കുന്നു. അതായത് കെട്ടിച്ചമച്ച തെളിവുകൾ മാത്രമാണ് ഇപ്പോൾ ഹ്യുനുവിനെതിരായിട്ടുള്ളത്. ഒരു പക്ഷെ ആ ഒരു ക്രൈം ഒക്കെ നടന്ന സ്ഥലത്ത് എത്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള തെളിവുകളൊക്കെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്ന ഒരു വിശ്വാസമാണ് ഹ്യുനുവിനുള്ളതും. അങ്ങനെ ഇരിക്കെ പോലീസ് വലുതായിട്ട് ശ്രദ്ധിക്കാതെ പോയൊരു തെളിവൊക്കെ ഉണ്ട്. പച്ച നിറത്തിലുള്ള ഒരു നൂലായിരുന്നു ആ ഒരു തെളിവ്. ഒരു പക്ഷെ കില്ലറുടെ കയ്യിൽ നിന്നും ആയിരിക്കാം ആ ഒരു തെളിവൊക്കെ പോന്നിട്ടുണ്ടാവുക എന്ന സംശയമാണ് ഇപ്പോൾ ഫ്രണ്ട്സിനുള്ളത്. പിന്നെ ഹിനുവിന്റെ വീട്ടിലെ കത്തി തന്നെ ആയിരുന്നു കൊലപാതകം നടത്തുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതായത് ഹിനു ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കാണാതെ പോയ കത്തിയാണത്. ഒരുപക്ഷെ കില്ലറും ആ ഒരു കത്തിയൊക്കെ മോഷ്ടിച്ചോണ്ട് പോകുന്നത് ഏതെങ്കിലും ഒരു CCTV
പെട്ടിട്ടുണ്ടാക്കാമെന്ന സംശയം ഹ്യുൻവോനുമുണ്ട്. ആ ഒരു വിവരമെല്ലാം തന്നെ ഹ്യുൻവോ ആന്റിനെയും അറിയിക്കുന്നു. ഹ്യുൻവോന്റെ അച്ഛനാകട്ടെ തികഞ്ഞൊരു അന്ധവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്ന കാര്യം നടക്കുകയില്ല എന്നൊരു വിശ്വാസത്തിലാണ് അച്ഛനുള്ളതും. അതായത് നമ്മുടെ നാട്ടിലെ പല പല കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോകുന്ന കാര്യം നടക്കുകയില്ല എന്നൊക്കെ പറയൂലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇന്നാകട്ടെ കോടതിയില് കേസൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെയിരിക്കെ പല പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുതെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും കൂടെയുള്ളവരും അതൊക്കെ വിശ്വസിച്ച് അതെല്ലാം തന്നെ ചെയ്യാതെയൊക്കെ ഇരിക്കുന്നു. ഇനി കഴിക്കുവാനുള്ള ഒരു ഫുഡൊക്കെ ആകട്ടെ അത് ചുരുട്ടി മടക്കിയൊക്കെ ആയിരുന്നു കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്നത് പോലും ശരിയല്ല എന്ന് പറഞ്ഞ അച്ഛനും അവരെ ആരെയും തന്നെ ആ ഒരു ഫുഡ് കഴിക്കുവാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും മാന്യമായിട്ടൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് സൂചോളും ഓടിയെത്തുന്നു. അവൻ പെട്ടെന്ന് കോട്ടയ്ക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന സ്പൂണൊക്കെ താഴേക്ക് പോകുകയാണ്. അതും ഒരു മോശം ലക്ഷണമായിട്ടായിരുന്നു അച്ഛനും കണ്ടിട്ടുണ്ടായിരുന്നത്. സൂചോളുടെ കയ്യിൽ നിന്ന് സ്പൂണൊന്നും താഴെ പോയതല്ല. അവൻ വെറുതെ സ്പൂണൊക്കെ നിലത്ത് വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സൂചോളാകട്ടെ എന്റെ കൈ തട്ടിയ സ്പൂണൊക്കെ താഴെ പോയതായിരുന്നു എന്നൊക്കെ അവരോട് പറയുന്നു. ഏത് ഫുഡാണോ കഴിക്കരുത് എന്നൊക്കെ വിചാരിച്ചത് അതേ ഫുഡാണ് ഇപ്പോൾ സൂചോള് കഴിക്കുന്നതും. അതും കൂടി കാണുമ്പോഴത്തേക്കും അച്ഛന് ശരിക്കും ദേഷ്യമൊക്കെ തോന്നുകയാണ്. ഹ്യുനുവിന്റെ കേസൊക്കെ നടക്കുകയാണ്. ഹിനു ആകട്ടെ അയാളെ കാണുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അയാളെ കാണുവാനായിട്ട് സാധിച്ചില്ല എന്നൊരു മറുപടിയൊക്കെ കോടതിയിൽ നൽകുന്നു. ഹിനുവും വീട്ടിൽ നിന്നും പുറത്തു പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ഹിനുവിന്റെ ശരീരത്തിലുള്ള ഒരു ഡ്രസ്സിലും ഗ്രീൻ കളർ ഒന്നുമില്ല. അതേസമയം ഗ്രീൻ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാള് ഹിനുവിന്റെ വീട്ടിലൊക്കെ കയറിയതിനു ശേഷം കത്തി മോഷ്ടിച്ചുകൊണ്ട് പോയതാകുവാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മറ്റൊരു ദൃശ്യം കൂടി കാണിക്കുകയാണ്. ആ ഒരു ദൃശ്യത്തിലും അയാൾ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളറൊക്കെ ഗ്രീൻ ആയിരുന്നു. ഇനി മറ്റൊരു വീഡിയോയിലാകട്ടെ കൊലയാളി കൃത്യമൊക്കെ നടത്തിയതിനു ശേഷം എല്ലാ സാധനങ്ങളും കത്തിച്ചു കളയുന്ന ഒരു വീഡിയോയും കൂടി ഫ്രണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആ കത്തിച്ച സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത സമയത്താകട്ടെ അതിൽ നിന്നും നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രീൻ കളറുള്ള നൂല് അത് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ എല്ലാം തന്നെ ഇപ്പോൾ കാണിച്ചും കൊടുക്കുന്നു. പണമൊക്കെ കൊടുത്തിട്ട് ഏതോ ഒരാളെ കൊല്ലുവാനായിട്ട് ഏർപ്പാടാക്കിയതാണ്. അങ്ങനെയിരിക്കെ അയാളും ഉറപ്പായിട്ടും കൊലപാതകം നടത്തിയെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും. സോ അയാളുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കും അങ്ങനത്തെ ദൃശ്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് ഹിനു പറഞ്ഞത് പ്രകാരം കൊലയാളി ആരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം കൊലയാളിയുടെ ഫോണിലേക്ക് ഒരു ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആന്റിയും ടീമും. അങ്ങനെ ഇരിക്കെ ആ ലിങ്കിലൊക്കെ അയാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഹാക്ക് ചെയ്യുവാനായിട്ടും അവർക്ക് സാധിച്ചു. ഇപ്പോൾ ആ ഒരു തെളിവുകളെല്ലാം തന്നെ കോടതിയെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും കോടതിയും ആ തെളിവ് സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. ഇതൊക്കെ കണ്ട് ദേഷ്യത്തോന്ന ഉൺസിംഗും കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. യഥാർത്ഥത്തിലുള്ള കൊലയാളിനെയും അങ്ങനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്യുനുവിനെയും ഇപ്പോൾ വെളിയിലേക്കൊക്കെ വിട്ടിരിക്കുന്നു. ഹ്യുനുവിനെ കാത്ത് ഹെയ്നും സെക്രട്ടറി നായുടെ ഒപ്പം മറ്റൊരു കാറിലൊക്കെയുണ്ട്. ഹ്യുനുവും വളരെ അപകടകാരിയായിട്ടുള്ള ഒരു സ്റ്റോക്കറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവൻ എന്ത് ചെയ്യിക്കുകയാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നൊക്കെ ഹെയിൻ പറയുന്ന സമയത്താകട്ടെ ഹ്യുനു അല്ല ഇപ്പോൾ നീയാണല്ലോ അവനെ സ്റ്റോക്ക് ചെയ്യുന്നതെന്ന കാര്യമൊക്കെ സെക്രട്ടറിനായും അറിയിക്കുന്നു. ഹ്യുനു ഇറങ്ങി വരുന്ന സമയത്ത് ചേച്ചി ചേട്ടനും അവനെ കാത്ത് നിൽപ്പൊക്കെ ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അവർ വളരെയധികം ക്ലോസ് ആണെന്നൊക്കെ തോന്നുന്നല്ലോ എന്നൊക്കെ ഹെയിനും പറയുകയാണ്. മാത്രമല്ല അവളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നു. ടോഫു എന്ന ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് അവന് നൽകുമ്പോഴത്തേക്കും അവനത് കഴിക്കാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവനത് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ അതിൽ എഴുതിയും വെക്കുകയാണ് അവൾ. ഹ്യുനു ഇനിയും എനിക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ എന്ന സംശയമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹ്യുനു പോകുന്ന അതേ വണ്ടിനെ ഫോളോ ചെയ്തുകൊണ്ട് അവരും പോവുകയാണ്. ഹ്യുനു ഇപ്പോൾ കുറ്റവിമുക്തനൊക്കെ ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കടയിലുള്ള എല്ലാ സാധനങ്ങളും പകുതി വിലക്കൊക്കെ നൽകുന്നതായിരിക്കുമെന്നൊരു ബോർഡൊക്കെ അച്ഛനും വെക്കുന്നു. നേരത്തെ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ശരിയല്ല എന്നൊക്കെ അച്ഛന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാകട്ടെ എന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ അച്ഛന് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സൂചോളം ഇരിക്കുന്നത്. അതേസമയം അച്ഛനും ഇത് ലാഭത്തിന് വേണ്ടിയല്ല ചെയ്യുന്നതെന്ന കാര്യമൊക്കെ സൂചോളിനെയും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കാൻ അച്ഛനും ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് പോലും കൊടുക്കുന്നു. ഹ്യുനു തിരിച്ച് നാട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആയിരുന്നു അവനെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് സൂചോളിനെയൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും സൂചോൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഹെയ്നും സംശയിക്കുന്നു. നിന്റെ അമ്മനെ പേടിച്ചിട്ടാണ് അവനിവിടെ നിൽക്കുന്നതെന്നൊക്കെ സെക്രട്ടറിനെ അറിയിക്കുമ്പോഴത്തേക്കും അതെങ്ങനെയാ ശരിയാവുന്നത്? ഞാനോ ആ ഒരു വീട്ടിലൊന്നും ഇല്ല. മാത്രമല്ല അതെന്റെ എക്സ് ഹസ്ബൻഡിന്റെ വീടല്ലേ. അങ്ങനെ ഇരിക്കെ ഇവനെങ്ങനെയാണ് സമാധാനത്തോടു കൂടി അവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ ഹെയ്നും ഓർക്കുന്നു. എന്തായാലും അവരുടെ ഫാമിലി തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് എന്ന കാര്യവും അവൾ ഉറപ്പിക്കുകയാണ്.
ഹ്യൂനുവും ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അമ്മയും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ അവന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവരും അങ്ങനെ ഒരുപാട് സ്നേഹത്തിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഹ്യൂനുവിന്റെ പേരൻസ് ഒക്കെ വളരെ പാവമാണെന്ന് തോന്നുന്നു. എന്തായാലും അവരുടെ ആ ഒരു ബോണ്ടിങ് ഒക്കെ വളരെ വലുതാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എഴുതിയെടുക്കുകയായിരുന്നു അവളും. അതൊക്കെ കാണുന്ന സെക്രട്ടറിനായും എനിക്കിപ്പോൾ എന്റെ ചെറുപ്പകാലമൊക്കെയാണ് നിന്നെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. എനിക്കും BTSനെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്ന സമയത്ത് ഞാനും അവരും തമ്മിൽ എന്താണ് ബന്ധമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാകട്ടെ അവരെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. എനിക്ക് അവരെ അത്രത്തോളം ഇഷ്ടമായി തുടങ്ങി. നീയും ഇപ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ സെക്രട്ടറിനെ പറയുമ്പോഴത്തേക്കും നീ സാധാരണയായിട്ട് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കാറുള്ളതെന്നൊക്കെ സെക്രട്ടറി നായരുടെ അടുത്ത് ഹെയ്നും ചോദിക്കുന്നു. ബോസും അസിസ്റ്റന്റും തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ ഒന്നുമല്ലല്ലോ അവർ സംസാരിക്കുന്നത്. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്രട്ടറിനായും നമ്മൾ ഇതിനു മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല നീ എനിക്കൊരു 100 മില്യൺ ഒക്കെ തരാമെന്നും ഏറ്റിട്ടുണ്ടായിരുന്നാണെന്നൊക്കെ സെക്രട്ടറിനെ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുവാനായിട്ട് സാധ്യതയില്ല എന്നൊക്കെ ഹെയ്നും പറയുന്നു. നീ എല്ലാ കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടെങ്കിലും നിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. മാത്രമല്ല നിനക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഏതാണെന്ന് കണ്ടെത്തുവാനും സാധിക്കും. നിന്റെ ഹൃദയമിടിപ്പ് മാറുന്നതിനനുസരിച്ച് സത്യം എന്താണെന്ന് നിനക്കും മനസ്സിലായിക്കോളുമെന്നൊക്കെയാണ് സെക്രട്ടറിനായും അവളോട് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യുന്ന ആളും അവിടെ നിന്നും ഹെയ്ന് ഡയറിയൊക്കെ കിട്ടുകയാണ്. അയാളും ആ ഒരു ഡയറിയൊക്കെ റിസപ്ഷനിലും ഏൽപ്പിക്കുന്നു. ഇപ്പോഴാകട്ടെ ആ ഒരു ബുക്കൊക്കെ ആരുടെയാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അതങ്ങ് കളഞ്ഞേക്കാമെന്നൊക്കെ അവർ ആദ്യം വിചാരിക്കുന്നുണ്ടെങ്കിലും ഹ്യുനുവും ഒരു ബുക്കൊക്കെ അവിടെ കിട്ടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും തിരികെ നൽകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അവരും ഓർക്കുകയാണ്. ഇപ്പോൾ ആന്റിയും തിരികെ ആ ഒരു നാട്ടിലേക്കൊക്കെ എത്തുകയാണ്. ആന്റിയോട് എന്താണ് വന്നതെന്നൊക്കെ സൂചോട് ചോദിക്കുന്ന സമയത്താകട്ടെ ഹ്യുനു തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലൊക്കെയാണ് ആന്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആന്റി ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ നൽകുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പുതിയ മോഡലുള്ള ഒരു വാഷറാണെന്നുള്ള കാര്യമൊക്കെ ആന്റിയും കൗൺസിലറിനെ അറിയിക്കുന്നു. ഒരാളാകട്ടെ ആന്റി വളരെയധികം സുന്ദരിയാണ്. മാത്രമല്ല ഒരുപാട് പണവുമുണ്ട്. ആന്റിയും 3 തവണ വിവാഹമൊക്കെ കഴിച്ചതല്ലേ. ആന്റിനെ പോലെ ഒരാളായിട്ട് ഇരിക്കുവാനാണ് തനിക്ക് ഒരുപാട് ആഗ്രഹം എന്നൊക്കെ ആന്റിയോടും പറയുന്നു. കൗൺസിലറോടും നീ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് വിവാഹമൊന്നും കഴിക്കാതെ നടക്കുക. ഇവിടെ ആകട്ടെ ഒരു ടീച്ചറൊക്കെ ഉണ്ട്. ഞാനും നിനക്ക് വേണ്ടി അവളെ ആലോചിക്കട്ടെ എന്നൊക്കെ അവളും ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഗിഫ്റ്റിന്റെ പരിപാടിയൊക്കെ ആന്റിയും നടത്തുകയാണ്. ആദ്യം എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ടോഫു ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് നടത്തുന്നത്. അതായത് ഓരോരുത്തരായിട്ട് അവിടെ ഉണ്ടായിരുന്ന നമ്പേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യും. ആ നമ്പേഴ്സിൽ ഏത് നമ്പറാണോ ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ആ ഒരു നമ്പറിലുള്ളവർക്കായിരിക്കും ആ ഗിഫ്റ്റ് ഒക്കെ നൽകുക. അങ്ങനെയാണ് അവർ ആ പരിപാടിയൊക്കെ നടത്തുന്നത്. ഏറ്റവും ഒടുവിലായിട്ടായിരുന്നു വാഷറൊക്കെ നൽകുന്നത്. വാഷർ നൽകുവാനായിട്ട് ആന്റി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ആള് കൗൺസിലർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലറുടെ നമ്പർ ഏതാന്നൊക്കെ നോക്കിയതിന് ശേഷം ആന്റിയും ആ ഒരു നമ്പർ കൃത്യമായിട്ട് തന്നെ എടുത്തിട്ട് കൗൺസിലറാണ് വിജയിച്ചതെന്നൊക്കെ അറിയിക്കുന്നു. അതേസമയം കൗൺസിലറും അതൊന്നും വലിയ കാര്യമാക്കാതെയൊക്കെ ആയിരുന്നു ഇരുന്നിട്ടുമുണ്ടായിരുന്നത്. മാത്രമല്ല കൗൺസിലറുടെ ഫ്രണ്ടിനും വാഷറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കല്ലേ അത് ഏറ്റവും ആവശ്യമുള്ളതെന്നൊക്കെ ചോദിച്ച് അവർക്കും ആ ഒരു നമ്പറൊക്കെ നൽകി. അങ്ങനെ അവർക്കും ആ ഒരു വാഷറൊക്കെ സമ്മാനമായിട്ട് ലഭിക്കുകയും ചെയ്തു. പക്ഷെ ആന്റിക്ക് അതത്രയ്ക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. ആന്റിയും ഇപ്പോൾ കൗൺസിലറുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. നിങ്ങൾ എന്തൊരു പരിപാടിയാണ് കാണിച്ചത്. ആ ഒരു വാഷറൊക്കെ നിങ്ങൾക്ക് ലഭിച്ചതല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് അതൊന്നും നിങ്ങൾ മേടിക്കാതിരുന്നതെന്നൊക്കെ അയാളുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അയാളും ഇപ്പോഴുള്ള വാഷറൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആന്റിയെയും അറിയിക്കുന്നു. അതൊക്കെ പഴയതല്ലേ. അതിന്റെ അവസ്ഥയൊക്കെ കണ്ടിട്ടാണ് ഞാൻ പുതിയതും കൊണ്ടുവന്നത്. ഇതൊക്കെ ആകട്ടെ AI വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. മാത്രമല്ല നിനക്ക് ഷൂസ് പോലും ഇതിൽ കഴുകാനായിട്ട് സാധിക്കുമെന്നൊക്കെ ആന്റി പറയുമ്പോൾ ആണോ എന്നൊരു മറുപടി മാത്രമായിരുന്നു അവനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റിന്റെ കാര്യമാണെങ്കിലും മനുഷ്യരുടെ കാര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭമൊക്കെ വരുമ്പോഴത്തേക്കും ആ അവസരം വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് നൽകുകയല്ല എന്നൊക്കെ ആന്റി പറയുമ്പോഴും അവൻ ഒന്നും തന്നെ മനസ്സിലാകാതെ ആന്റീനെ നോക്കി നിൽക്കുന്നു. ഞാൻ ഇന്നിവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരികയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭമൊക്കെ നീയും മനസ്സിലാക്കി പെരുമാറണമെന്നൊക്കെ ആന്റി പറയുമ്പോഴും അവൻ ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആന്റിയും എല്ലാ കാര്യങ്ങളും അവനോട് തുറന്ന് പറയുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ യെസ് പറഞ്ഞില്ല എങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ ഇവിടേക്ക് മടങ്ങി വരുന്നതായിരിക്കുകയില്ല എന്നൊക്കെ ആന്റി പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ചേട്ടനും ആന്റിയുടെ മൈക്കൊക്കെ സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങളും കേട്ടു എന്നൊക്കെ ചേട്ടൻ പറയുമ്പോഴത്തേക്കും ആന്റി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് പോലും ഒരു മറുപടി പറയാതെയൊക്കെ കൗൺസിലർ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇവൻ എന്താ പൊട്ടനാണോ എന്ന് പോലും ചേച്ചി ചോദിച്ചു പോകുന്നു.
ആന്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ജനലിന് വെളിയിലേക്ക് എല്ലാവരും തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആന്റിയും ജനലിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ആളുകളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഒരു നാണക്കേട് മൂലം അവിടെ നിന്ന് ഓടുവാനൊക്കെ നോക്കുന്നു. പക്ഷെ കൗൺസിലറോടും പിറകെ പോകുവാനായിട്ടാണ് അവിടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെ കൗൺസിലറും ആന്റിയുടെ പിറകേക്ക് ഓടുകയാണ്. ഓൺസിംഗിനെതിരായിട്ട് കുറച്ച് തെളിവുകളൊക്കെ ഹിനു ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അത് ബോർഡ് മെമ്പേഴ്സിനൊക്കെ കാണിച്ചത് കൊണ്ട് തന്നെ ഇനി മോൺസിംഗിനെ ചെയർമാനായിട്ട് തുടരുവാനായിട്ട് അനുവദിക്കണമെന്നൊരു ചർച്ചയൊക്കെയാണ് ഇപ്പോൾ മീറ്റിംഗിൽ നടക്കുന്നത്. അതൊന്നും തന്നെ ഓൺസിംഗിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഷെയർസ് ഒക്കെ മേടിച്ചിട്ട് ആർക്കും ഓൺസിംഗിനെതിരായിട്ട് ശബ്ദം ഉയർത്തുവാൻ സാധിക്കാത്ത വിധത്തിലൊക്കെ ആക്കി കൊടുക്കണമെന്നതാണ് ഓൺസിംഗിന്റെ തീരുമാനവും. ഇപ്പോൾ ഓൺസിംഗും 4.2% ഷെയറൊക്കെ അധികമായിട്ട് മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഡിറ്റക്റ്റീവും അറിയിക്കുകയാണ്. അതായത് സീക്രട്ട് ഫണ്ട് വീണ്ടും അവൻ ഉപയോഗിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. ബ്രോക്കർ ആയിരിക്കും ഹ്യുനുവിന് ആ ഒരു വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവുക എന്നാണ് എല്ലാവരും വിചാരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഉൻസിംഗിനെതിരായിട്ടുള്ള തെളിവുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത് ഡാഹയായിരുന്നു. ഡാഹയെ കാണുവാനായിട്ട് മുൻ ഭർത്താവൊക്കെ എത്തിയിരിക്കുകയാണ്. ഡാഹയും കയ്യിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അയാളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും തെളിവുകളൊന്നും കൊടുക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. സ്യോൽഹിനെ ഞാൻ കണ്ട സമയത്താകട്ടെ സ്യോൽഹിയും നിന്നെ ഒഴിവാക്കുവാനായിട്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീയും ഇന്ന് ഇവിടെ വെച്ച് കൊല്ലപ്പെടുവാനായിട്ട് പോവുകയാണെന്നൊക്കെ ഹസ്ബൻഡ് പറയുമ്പോഴത്തേക്കും ഡാഹയും പേടിച്ച് ഡോറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ആ വണ്ടിയിലാകട്ടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളൊക്കെ രക്ഷപ്പെടുവാൻ സാധിക്കാതെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സൂചോളും ഒരു സൈക്കിളിലൊക്കെ ആ ഒരു വണ്ടിയുടെ പിറകെയും വരുന്നു. വഴിയിലൂടെ ട്രെയിനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ വണ്ടിയും ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ആവുകയാണ്. ഈ ഒരു സന്ദർഭമൊക്കെ മുതലാക്കിക്കൊണ്ട് സൂചോളും അവരുടെ വണ്ടിയുടെ മുന്നിലൊക്കെ വന്ന് നിൽക്കുകയാണ്. സൂചോളും ഇപ്പോൾ വണ്ടിയുടെ നേർക്ക് സൈക്കിളൊക്കെ ഇട്ടതിന് ശേഷം ആ വണ്ടിയുടെ ചില്ലൊക്കെ തകർത്തിട്ട് അകത്തുണ്ടായിരുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തി വൈഫിനോട് ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ പറയുകയാണ്. പക്ഷെ വൈഫും ഓടിപ്പോകുവാനായിട്ട് തയ്യാറായിരുന്നില്ല. രണ്ടു പേർ കൂടി സൂചോളിനെ ഉപദ്രവിക്കുകയും രാഹൈനെ ഒരാൾ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്യുകയാണ്. സൂചോളും ഒരുപാട് തല്ലൊക്കെ കൊള്ളുന്നുമുണ്ട്. ആ ഒരു സമയത്ത് പണ്ട് നടന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്ന അവനും നേരത്തെ ചേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഓർത്തു നോക്കുകയാണ്. അതായത് അവരുടെ തല്ലൊക്കെ മാക്സിമം ഏറ്റുവാങ്ങിയതിനു ശേഷം നിന്നെ സിമ്പിൾ ആയിട്ടൊക്കെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസമൊക്കെ അവരുടെ ഉള്ളിലും വരട്ടെ. അങ്ങനെ തോന്നുന്ന സമയത്ത് വേണം നീ അവർക്കിട്ട് ഒരു വലിയ ഇടിയൊക്കെ ഇടിക്കുവാൻ. അതിന്റെ ഇമ്പാക്റ്റ് ഒക്കെ വളരെ വലുതായിരിക്കുമെന്നായിരുന്നു അന്ന് ചേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴവനും അതിനൊരു സന്ദർഭമൊക്കെ നോക്കിയിരിക്കുന്നു. സൂചോളും ഒരുപാട് തല്ലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ രണ്ടുപേരെയും ഇപ്പോൾ അവൻ തല്ലിയൊക്കെ തോൽപ്പിക്കുകയാണ്. പക്ഷേ അധികം നേരെ പിടിച്ചു നിൽക്കുവാനായിട്ട് അവന് സാധിക്കുമായിരുന്നില്ല. അവനും വഴിയിൽ വീണു പോകുന്നു. ഡാഹയനെ പിടിച്ചിട്ടുണ്ടായിരുന്ന ആളുടെ കയ്യിലൊക്കെ കടിച്ചതിന് ശേഷം ഡാഹയും ഇപ്പോൾ സൂചോളിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു ചേട്ടനും ടീമും ആ ഒരു വഴിയൊക്കെ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. സംഭവമൊക്കെ അറിഞ്ഞിട്ട് അവരും ഓടി എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും ഇടിച്ചു തോൽപ്പിക്കുന്നു. ഇപ്പോൾ സൂചോളിനും ബോധമൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ടാഹയും അമറിനോട് ഒരുപാട് സോറിയൊക്കെ ചോദിക്കുന്നു. ഹ്യുൻവോനെ ഓഫീസിൽ വെച്ച് കാണുന്ന ഹെയ്നും പെട്ടെന്ന് തന്നെ അവനെ അവോയ്ഡ് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ ഞാനും ഈ കമ്പനിയുടെ സിഇഒ അല്ലേ, അങ്ങനെ ഇരിക്കെ ഞാൻ ഇതിനാണ് അവനെ അവോയ്ഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെയ്ൻ ലിഫ്റ്റിൽ നിന്നും പുറത്തേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ടെങ്കിലും അവിടെ ഹ്യുൻവോനെ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചു ദൂരം എത്തി കഴിയുമ്പോൾ ഹ്യുൻവോവും അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഹ്യുൻവോനും ചില കാര്യങ്ങളൊക്കെ അവളോട് പറയുവാനുമുണ്ട്. അതേസമയം ഹിനുവിനെ കാണുന്ന ഹെയ്നും അവനെ ഇനിയും കാണുവാനായിട്ട് ഒട്ടും തന്നെ ആഗ്രഹമില്ല എന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുവാനായിട്ടും അവരോടും പറയുകയാണ്. ഹിനു തനിക്ക് പറ്റിയ ആൾ തന്നെ ആണ് എന്നും അതുകൊണ്ട് തന്നെ എത്ര ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവനെ വീണ്ടും കാണുമ്പോൾ അവനുമായിട്ട് പ്രണയത്തിലാകുമെന്നൊരു വിശ്വാസമൊക്കെ നിനക്ക് ഉണ്ടായിരുന്നുവെന്ന് നീ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹ്യുനുവും ഇപ്പോൾ ഹെയ്നോട് പറയുകയാണ്. എന്നെ വീണ്ടും വീഴ്ത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ എന്റെ ഫാമിലി എന്തെങ്കിലും നിനക്ക് തരാമെന്നൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹേൻ ചോദിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും അവളുടെ ബാഗും അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിലൊക്കെ കുടുങ്ങുകയാണ്. പക്ഷേ ഹ്യുനുവു ആ ഒരു ബാഗിൽ പിടിച്ചിട്ടുണ്ടെന്നാണ് അവൾ വിചാരിക്കുന്നതും. അങ്ങനെ അവളും അതിനെക്കുറിച്ച് സംസാരിച്ച് തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേക്കുമായിരുന്നു ബാഗും ഒരു ചെയറിലൊക്കെ കുടുങ്ങിയതാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. അതേസമയം അവന്റെ മുമ്പിൽ നാണം കെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഹെയ്നും ഇപ്പോൾ പോകുന്നത്. ഹെയ്ൻ തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവളുടെ പേരിൽ അവിടെ വന്നിട്ടുള്ള ഒരു കൊറിയറൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോഴേക്കും ആയിരുന്നു അവിടേക്ക് ഗ്രേസ്കോയും ഓടിയെത്തുന്നത്. നിനക്ക് പണ്ട് ഏറ്റവും ഇഷ്ടം എന്നെ ആയിരുന്നു, നീ എന്നെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഗ്രേസ്കോ അവളോട് പറയുന്ന സമയത്ത് പോലും അവളും ഗ്രേസ്കോനെ മാറ്റി നിർത്തുന്നു. അങ്ങനെ ഹെയ്ൻ പോയി കഴിയുമ്പോഴാകട്ടെ ഓൺസിംഗ് പറഞ്ഞ കള്ളത്തരം എല്ലാം തന്നെ ഇവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുവാൻ നോക്കുമ്പോൾ ഇവൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാതെ ഇരിക്കുന്നതെന്നൊക്കെയാണ് ഗ്രേസ്കോ ഓർക്കുന്നതും. ഗ്രേസ്കോയും അവിടെ ഇരുന്ന് കൊറിയറൊക്കെ കാണുകയാണ്.
ഹെയ്നും ഒരു ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടുന്നു. അത് ഹെയ്ൻ തന്നെ ഹെയ്ൻ അയച്ച ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവളും ഇപ്പോൾ ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടിയ സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്. ഇത് നേരത്തെ അവർ പ്രപ്പോസ് ചെയ്ത ആ ഒരു സ്ഥലം തന്നെയാണ്. ഹെയ്ൻ അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് അവിടെ നിൽക്കുന്ന ഹിനുവിനെയൊക്കെ കാണുന്നത്. ഈ ഒരു പരിപാടിയൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് നീ ആയിരുന്നോ എന്നൊക്കെ ഹെയ്ൻ ചോദിക്കുന്ന സമയത്താകട്ടെ, ഹെയ്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ തനിക്കും ഒരു ഇൻവിറ്റേഷൻ ഒക്കെ ലഭിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന കാര്യം ഹിനുവും അവളെ അറിയിക്കുന്നു. അതായത് സർജറിക്ക് മുമ്പായിട്ട് തന്നെ ഹെയ്ൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സർപ്രൈസ് ഒക്കെ ആയിരുന്നു ഇതും. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ക്രീനിൽ അവരുടെ വെഡിങ്ങിന്റെ വീഡിയോ ഒക്കെ കാണിക്കുകയാണ്. വിവാഹത്തിനൊക്കെ ഒടുവില് ഹെയ്നും ഹിനുവും സംസാരിച്ച കാര്യങ്ങൾ കൂടി കാണിക്കുന്നു. അതായത് ഭാവിയിലുള്ള ഹിനുവിന്റെ അടുത്ത് എന്ത് കാര്യമാണ് പറയുവാനായിട്ടുള്ളതെന്നൊക്കെ അന്ന് ഹിനുവിനോട് ചോദിച്ച സമയത്ത്, നീ ഹെയ്നെ ഡിവോഴ്സ് ചെയ്തു എന്ന് മാത്രം പറയരുത്, നിനക്ക് എത്ര കുട്ടികളാണുള്ളത്, എത്ര പേരാണെങ്കിലും എനിക്ക് ഹെയ്ൻ മാത്രം മതി, അവളെ ഒരിക്കലും കരയിക്കരുത്, എപ്പോഴും അവളെ ഹാപ്പി ആയിട്ട് തന്നെ നിർത്തിക്കോണമെന്നൊക്കെ ആയിരുന്നു ഹിനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇതേ ചോദ്യമൊക്കെ ഹെയ്നോട് ചോദിക്കുന്ന സമയത്താകട്ടെ അവളും വർക്കൊക്കെ ചെയ്യുവാനായിട്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. പിന്നെ നീയും വളരെയധികം ഹെൽത്തിയും ഹാപ്പിയുമായിട്ടായിരിക്കും ഹിനുവിന്റെ ഒപ്പം ഉണ്ടാവുക എന്ന ഒരു ഉറപ്പും അതിൽ ഹെയ്ൻ കൊടുത്തിട്ടുമുണ്ടായിരുന്നു. ഹെയ്ൻ ആയിരുന്നു ഈ ഒരു അക്വേറിയം മൊത്തത്തിൽ റെന്റിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹിനുവിനും കുറെ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുകയാണ് അവിടെയുള്ള സ്റ്റാഫ്സും. ഈ ഒരു സമയത്താണ് ഒരു മാസം മുമ്പായിരുന്നു ഹെയ്ൻ ഈ ഒരു പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും അതുപോലെ തന്നെ 4 വർഷം മുമ്പും ഇതുപോലെ തന്നെ ഈ അക്വേറിയം മൊത്തത്തിൽ അവൾ വാടകയ്ക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുമുള്ള കാര്യമൊക്കെ സ്റ്റാഫ്സും അവനെ അറിയിക്കുന്നത്. നമ്മൾ എപ്പോഴൊക്കെ ഡേറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു സ്ഥലം എല്ലാം തന്നെ ആളൊഴിഞ്ഞൊരു സ്ഥലമായി മാറാറുണ്ട്. പ്രപഞ്ചം പോലും നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നൊരു തോന്നലാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഹ്യുനുവോ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവനിപ്പോൾ ഓർക്കുന്നു. അതായത് പ്രപഞ്ചമായിരുന്നില്ല യഥാർത്ഥത്തിൽ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്, മറിച്ച് ഹെയ്ൻ ആയിരുന്നു ആ ഒരു സ്ഥലം എല്ലാം തന്നെ റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന കാര്യമൊക്കെ ഇപ്പോൾ അവനും മനസ്സിലാക്കുകയാണ്. അവളും അതൊന്നും തന്നെ കാര്യമാക്കാതെ പോകുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും ഹെയ്ൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലെറ്റർ കൂടി അതിന്റെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ അവളും ശ്രദ്ധിക്കുന്നു. അതിലാകട്ടെ, എന്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ വിവാഹമൊന്നും നീ വേണ്ട എന്ന് വെക്കരുതെന്നായിരുന്നു ഹ്യുനുവിനോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തിനാണ് എന്നെ ചതിച്ച ഒരാളെ വീണ്ടും വിവാഹമൊക്കെ കഴിക്കുന്നതെന്ന് ഹെയ്നും ആലോചിക്കുമ്പോഴത്തേക്കും നീയും ഇതേ കാര്യം തന്നെ സംശയിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ നീ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുകയില്ല. പക്ഷെ അതുപോലെ തന്നെ നീ ഉണിസിങ്ങിനെ വിശ്വസിക്കുവാനായിട്ട് പാടില്ല. നിന്നോട് ആര് എന്ത് പറഞ്ഞാലും നീ അതൊന്നും തന്നെ വിശ്വസിക്കരുത്. എല്ലാത്തിലും ഒരു സംശയമൊക്കെ നിലനിർത്തണം. ഓൺസിംഗ് നിന്നെ സംരക്ഷിക്കുക ആയിരുന്നില്ല, മറിച്ച് എന്റെയും നിന്റെ ഫാമിലിയുടെയും അടുത്ത് നിന്നും നിന്നെ അകറ്റി നിർത്തുകയായിരുന്നു എന്ന സത്യമൊക്കെ നീ ഇനിയെങ്കിലും അറിയണമെന്നൊക്കെ ഹിനുവു പറയുമ്പോഴത്തേക്കും ഹ്യുനുവിന്റെ കയ്യിലുണ്ടായിരുന്ന മുറിവൊക്കെ അവളും ശ്രദ്ധിക്കുകയാണ്. നേരത്തെ ഉൺസിങ്ങും ഹെയ്നെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യങ്ങളായിരുന്നു അവളും അപ്പോൾ ഓർക്കുന്നത്. ഹെയ്നും ഒരു കാര്യമൊക്കെ ചോദിക്കുവാനായിട്ട് ഉൺസിങ്ങിനെ കാണുവാനായിട്ടൊക്കെ എത്തുകയാണ്. പക്ഷെ ഉൺസിങ് ഒരു ഗ്ലാസും കൂടി മദ്യമൊക്കെ കുടിച്ചിട്ട് എത്താമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന സമയത്ത് അവന്റെ ടാബിലേക്കും ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നു. ആ നോട്ടിഫിക്കേഷൻ ഒക്കെ കാണുന്ന ഹെയ്നും അതൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു മുത്തശ്ശന്റെ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാമറയിലെ പല പല ദിവസങ്ങളിലെ ദൃശ്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്ന കാര്യമൊക്കെ അവളും ശ്രദ്ധിക്കുന്നത്. അതിലാകട്ടെ സോൽഹി മുത്തശ്ശനെ അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവളും അതൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല. അതിനു മുമ്പായിട്ട് തന്നെ ഉൺസിങ്ങും തിരികെ എത്തുന്നു. നമ്മുടെ രണ്ടു പേരുടെയും ഫാമിലി നമ്മളെ ഒറ്റപ്പെടുത്തിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് യുഎസിലേക്കൊക്കെ പോയാലോ എന്നൊക്കെ ഹെയ്നോട് അവനും ചോദിക്കുകയാണ്. ഹെയ്നും അതിലൊരു സംശയമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൾ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നീ എന്തോ ഒരു ചോദ്യമൊക്കെ എന്നോട് ചോദിക്കുവാനായിട്ടില്ല ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓൺസിങ്ങും അവളുടെ അടുത്തൊക്കെ പറയുന്നു. പക്ഷെ ഓൺസിങ്ങിന്റെ കയ്യിൽ ഒരു മുറിവിന്റെ അടയാളവും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന അവളും ഇനി ആ ചോദ്യം ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. എന്റെ കയ്യിൽ നിന്നും എന്റെ പഴയ ഫോണൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഹ്യുനുവിന്റെ നമ്പറൊക്കെ ഒന്ന് നൽകാമോ എന്ന് ചോദിച്ചുകൊണ്ട് സെക്രട്ടറി നായനെ വിളിക്കുകയാണ് ഹെയ്നും. ഹ്യുനുവിന്റെ നമ്പറൊക്കെ കിട്ടുന്ന ഹെയ്നും നമുക്കൊന്ന് സംസാരിക്കാമെന്നൊക്കെ അവനോടും പറയുകയാണ്. അവനും അതൊക്കെ സമ്മതിക്കുന്നു. അപ്പോൾ മാത്രമായിരുന്നു അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന കൊറിയറൊക്കെ ഹെയ്ന്റെ ശ്രദ്ധയിലും പെടുന്നത്. അവളും അതൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്കും പണ്ട് അവൾ എഴുതിയ ബുക്കായിരുന്നു അതിലുണ്ടായിരുന്നത്. അവളും ഓരോന്നായിട്ടൊക്കെ വായിച്ചു നോക്കുന്നു. അത് ശരിക്കും ഹിനുവിന് വേണ്ടി എഴുതിയ ഒന്ന് തന്നെ ആയിരുന്നു. ഞാനും ഈ ഒരു സർജറിയോട് കൂടി തന്നെ മരിച്ചൊക്കെ പോവുകയാണെങ്കിൽ നീ കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ ഒന്നും കാത്തിരിക്കുവാനായിട്ട് പാടില്ല. 1 വർഷമൊക്കെ അങ്ങനെ ജീവിച്ചതിന് ശേഷം പിന്നീട് എന്നെ മറന്നിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് നീ കടക്കണം. പിന്നെ എന്റെ സ്വത്തുക്കളുടെ കാര്യം അതെന്താന്ന് വെച്ചാൽ നീ തന്നെ ചെയ്തു, എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. നീയും പുതിയൊരു കുടുംബമൊക്കെ തുടങ്ങണം, എനിക്കതിൽ ഒട്ടും തന്നെ അസൂയൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെ
ചെറിയ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനും സ്വർഗത്തിൽ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും നിന്നെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഈ ഒരു സർജറിയൊക്കെ സക്സസ് ആവുകയാണെങ്കിലോ, ഞാൻ നിന്നെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഇല്ലാതായിട്ട് നിന്നെ ഒരു അപരിചിതനായിട്ടൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അതൊന്നും കൂടാതെ ഞാൻ നിന്നെ വളരെ മോശമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിലോ, എന്ത് തന്നെ സംഭവിച്ചാലും നീ ഒരിക്കലും എന്നെ വെറുക്കുവാനായിട്ട് പാടില്ല. പിന്നെ എനിക്ക് പറ്റിയ ആൾ നീ തന്നെയാണ്. അതൊരിക്കലും മാറുകയില്ല. അതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പോലും നിന്നെ വീണ്ടും ഞാൻ കാണുമ്പോഴത്തേക്കും നീയുമായിട്ട് പ്രണയത്തിലാകുമെന്ന് കൂടി ഹേൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹ്യുൻവുവും നേരിട്ട് കണ്ട സമയത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതിനെ കുറിച്ചും ഇപ്പോൾ ഹേൻ ഓർക്കുന്നു. അടുത്ത പേജിലാകട്ടെ ഇപ്പോൾ ഇതൊക്കെ വായിക്കുന്നത് ഹെയ്ൻ ആണ് എങ്കിൽ നിന്റെ സർജറിയൊക്കെ സക്സസ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഹ്യുൻവുവിനെ കുറിച്ചുള്ള ഓരോ ഓർമ്മകളും നിന്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. പക്ഷെ അവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഹ്യുൻവുവിന് എല്ലാ വസ്തുക്കളും നന്നാക്കുവാനായിട്ട് അറിയാമെന്ന് പറഞ്ഞു ആദ്യമായിട്ട് അവർ കണ്ടുമുട്ടിയതിനെ കുറിച്ചൊക്കെ കാണിക്കുകയാണ്. അവനെ പറ്റിക്കുവാനായിട്ട് എളുപ്പമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം റാക്കൂണൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് മുകളിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ പറ്റിച്ചതിനെ കുറിച്ചും ഇപ്പോൾ കാണിക്കുന്നു. അവൻ മദ്യപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഒരു സീൻ കൂടി കാണിക്കുകയാണ്. അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും കരയിക്കുവാനായിട്ട് പാടില്ല. അവൻ സ്ലീവ്സ് ഒക്കെ പൊക്കി വെക്കുകയാണെങ്കിൽ അവനും സെക്സിയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അവൻ കാരണമായിരുന്നു നിനക്ക് ജീവിക്കുവാനായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. നിന്റെ ഓർമ്മകൾ നഷ്ടപ്പെടരുതെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അതിൽ എഴുതിയത് വായിക്കുന്ന ഹെയ്നും ഹ്യുനുവിനെ കാണുവാനായിട്ടും പോകുന്നു. ഇനി ഒൻസെങ്ങും അവളുടെ വണ്ടിയൊക്കെ മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കി അവളെ പിന്തുടർന്ന് പോവുകയാണ്. ഒരു റോഡിന്റെ രണ്ടു വശത്തുമായിട്ട് ഇപ്പോൾ ഹെയ്നും ഹ്യുനുവും നിൽക്കുകയാണ്. ഹ്യുനുവും ഇപ്പോൾ തന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നേക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹെയ്നും വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അവർക്കിടയിലേക്ക് ഒരു ബസ്സൊക്കെ വന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ആകട്ടെ ഹെയ്ൻ ഒന്നും ഉണ്ടായിരുന്ന പോലുമില്ല. അവൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാതെ അവനും റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്താകട്ടെ ഒരു വണ്ടിയും അവനെ വന്നിടിക്കുന്നു. ഇനി എൻസിനൊക്കെ കാണിക്കുകയാണ്. അതായത് ഡിറ്റക്റ്റീവ്സിനെ ജർമ്മനിയിലേക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവരും അവിടെ നിന്നും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫാമിലിനെയും അറിയിക്കുന്നു. ഓൺസിങ് വളരെ മാന്യമായിട്ടൊക്കെ ഹെയ്ന്റെ അടുത്ത് പെരുമാറിയിട്ട് അവളുടെ വിശ്വാസമൊക്കെ നേടിയെടുക്കുവാനായിട്ട് അവന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഓൺസിങ് ഓരോ കാര്യങ്ങളും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും അവളും അവന്റെ അടുത്ത് നിന്നും ഒരകലമൊക്കെ പാലിച്ചിട്ടുമുണ്ട്. അവൾ ശരിക്കും അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ സഹായങ്ങളൊക്കെ സ്വീകരിക്കുകയായിരിക്കും ചെയ്യുക. പക്ഷെ അവളുടെ ഉള്ളില് ഇപ്പോഴും അവന്റെ അടുത്തൊരു അകൽച്ചയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം കൂടി ഡിറ്റക്റ്റീവ് അറിയിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് ഫാമിലിക്കും ഒരു സമാധാനമൊക്കെ ആക്കുന്നത്. പക്ഷെ ഉൺസിങ്ങിന്റെ സ്നേഹമൊക്കെ കാണുമ്പോഴത്തേക്കും ഏറ്റവും വലിയ അപകടകാരി അവനാണെന്നാണ് തോന്നിപ്പോകുന്നത്. അവന് നമ്മളെ എല്ലാവരെയും തന്നെ ഇല്ലാതാക്കുവാൻ പോലുമുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ ഡിറ്റക്റ്റീവ് പറയുന്ന സമയത്താകട്ടെ ഉൺസിങ്ങും കാറിലിരിക്കുകയും അതുപോലെ തന്നെ ഹെയ്നും ഹ്യുൻവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയും ചെയ്യുന്ന സീനൊക്കെ കാണിച്ചിട്ട് ഇതിന്റെ 15ാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.